10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ പരീക്ഷ അങ്ങ് അടുത്തു അല്ലേ? ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പാഠങ്ങളും എടുത്തുകൊണ്ട് അതിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തരാനാണ് ഇന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പാഠവും അതിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആദ്യമേ എല്ലാവർക്കും, എന്നെ കാണുന്ന എന്നെ കാണാത്ത എല്ലാ കുട്ടികൾക്കും മുഴുവൻ A+ ലഭിക്കട്ടെ, പരീക്ഷകളൊക്കെ എളുപ്പമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്ന് സാർ എടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു പാഠം ഏതാണെന്നറിയോ? റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ മക്കൾ? എല്ലാവരും ഹാപ്പി ആയിരുന്നോളൂ. മലയാളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. നമ്മൾ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ശീർഷകം തന്നെ നമുക്കറിയാം. ഉള്ളിലാണ് എപ്പോഴും ഉന്മതാൻ എന്ന പോലെ, അല്ലേ? ഉള്ളിൽ സത്യം എന്ന പോലെ എന്നും ഉള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള ആശയ തലം വരുന്ന ഒരു യൂണിറ്റിൻ്റെ ശീർഷകമാണ്. അവിടെ നോക്കൂ, കെ ജയശീലൻ്റെ ഒരു കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്ത 2 വരിയുണ്ട്. കണ്ണിനെ കാണുന്നില്ല എന്നാണ് കാഴ്ചയുടെ ഏറ്റവും വലിയ കുറവ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. കണ്ണിനെ കാണുന്നില്ല. ഒരിക്കലും കണ്ണ് മറ്റുള്ളവയെ മാത്രമാണ് കാണുന്നത്. കണ്ണൊരിക്കലും കണ്ണിനെ കാണുന്നില്ല. അതാണ് കാഴ്ചയുടെ കുറവ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? നേരായ കാഴ്ചകൾ വീക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ്. സത്യത്തിന് നേരെ പിടിക്കുന്ന കണ്ണ്, അല്ലെ? സത്യം എപ്പോഴും കണ്ണ് സത്യത്തിന് നേരെ പിടിക്കണമെന്നും അല്ലെങ്കിൽ നേരായ കാഴ്ചകളും കാണണമെന്നൊക്കെയുള്ള ഒരു വലിയ ആശയ തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒന്ന് കണ്ണിനെ കാണുന്നില്ല എന്നുള്ളതാണ് കാഴ്ചയുടെ കുറവ് എന്ന് പറയുന്ന ഭാഗം, അല്ലേ? അപ്പോൾ സത്യത്തിന് നേരെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത, സത്യം എപ്പോഴും അല്ലെങ്കിൽ കാഴ്ചകൾ എപ്പോഴും എന്തായിരിക്കണം? നേർക്കാഴ്ചകളാവണമെന്നുള്ള ഒരു ധ്വനി കൂടി ഈ കവിതയുടെ ആശയതലത്തിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുകൂടി എൻ്റെ കുഞ്ഞു മക്കൾ മനസ്സിലാക്കാം. നമുക്ക് വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ അഥവാ VKN എന്നറിയപ്പെടുന്ന മലയാളത്തിലെ ഹാസ്യ സാഹിത്യകാരൻ്റെ ഒരു കഥ, 50 കഥകളിൽ നിന്നും എടുത്തൊരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഭാഗം, അല്ലേ? അദ്ദേഹത്തെക്കുറിച്ചൊന്നും കൂടെ പറയുകയാണെങ്കിൽ, വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്നറിയപ്പെടുന്ന VKN മലയാളത്തിൽ 18ാം നൂറ്റാണ്ടിൽ, ഓർത്ത് വെക്കണം എൻ്റെ കുഞ്ഞുമക്കൾ, 18ാം നൂറ്റാണ്ടിൽ കവിതയിലൂടെ കുഞ്ചൻ നമ്പ്യാർ എന്താണോ ലക്ഷ്യം വെച്ച് അവതരിപ്പിച്ചിരുന്നത് അത് ഗദ്യത്തിലൂടെ അവതരിപ്പിച്ച് വിജയിപ്പിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് VKN എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം, 18ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ സാമൂഹ്യ ക്ഷേമവും അതേപോലെ സമൂഹത്തിലെ ഇല്ലായ്മകളെ അല്ലെങ്കിൽ ചൂഷണങ്ങളെ അതല്ലെങ്കിൽ തിന്മകളെ എതിർത്ത് കവിതയിലൂടെ വിജയം കണ്ടെത്തിയെങ്കിൽ അത് തൻ്റെ കഥകളിലൂടെ വിജയിപ്പിച്ചെടുത്ത ഹാസ്യ സാഹിത്യകാരനാണ് VKN അഥവാ വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്നറിയപ്പെടുന്ന വ്യക്തി. അതൊന്ന് ഓർത്ത് വെക്കണം മക്കൾ. അതോടൊപ്പം തന്നെ VKNൻ്റെ കഥകൾ ഏറ്റവും കൂടുതൽ പ്രശസ്തമായത് പയ്യൻ കഥകളാണ് കേട്ടോ. പയ്യൻ കഥകളിലൂടെ പ്രശസ്തനായ എഴുത്തുകാരനാണ് ആരാ? VKN. ഇത്രയും കാര്യങ്ങൾ റെസിഡൻറ്റ് എഡിറ്റർ എന്ന പാഠഭാഗം എടുക്കുന്നതിന് മുമ്പായി മക്കൾ മനസ്സിലാക്കി വെക്കുക. കാരണം VKNൻ്റെ രചനാ ശൈലി നിങ്ങൾക്കറിയാം, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഹാസ്യ സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹം നിർവഹിച്ച സാമൂഹിക പങ്ക് അതൊന്നറിഞ്ഞിരിക്കണം, അല്ലേ? സൊസൈറ്റിയെ, നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ ഹാസ്യാത്മകമായി വിമർശിക്കുക എന്നതാണ് VKN തൻ്റെ ശൈലിയിലൂടെ സ്വീകരിച്ചിരുന്നത് എന്ന് കൂടെ മനസ്സിലാക്കുക. അതേ ശൈലി തന്നെയാണ് 18ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ കവിതയിലൂടെ നിർവഹിച്ചത് എന്നുകൂടി എൻ്റെ കുഞ്ഞുമക്കൾ മനസ്സിലാക്കി വെക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, റെസിഡൻറ്റ് എഡിറ്റർ, അല്ലെ? ഏതെങ്കിലും ഒരു പ്രദേശത്തെ പത്രക്കൂട്ടായ്മയുടെ തലവനായി നിൽക്കുന്നവരെയാണ് നമ്മൾ റെസിഡൻറ്റ് എഡിറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക വിങ്ങിൻ്റെ ഒരു വിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയാം കേട്ടോ. പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത, പുറത്തു ചാടി കാഴ്ചകളുടെ ഘോഷയാത്ര നടത്തുന്നു, അല്ലേ? അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത. ആ നിശബ്ദത അടക്കം ചെയ്യപ്പെടുമ്പോൾ അത് പുറത്തു ചാടണം എന്ന് പറഞ്ഞാൽ എന്താ?
എന്തിൻ്റെ നേരെയും നിശബ്ദത പാലിക്കാതെ താൻ കാണുന്ന തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നത് തന്നെയാണ് ഈ വരികളിൽ അർത്ഥമാക്കുന്നത്. കുഴിച്ചു മൂടപ്പെട്ട, അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത പലപ്പോഴും പുറത്തു ചാടി ശബ്ദങ്ങളുടെ അല്ലെങ്കിൽ കാഴ്ചകളുടെ ഘോഷയാത്ര നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. വിമർശനാത്മകമായി തന്നെയാണ് വരികളും നമ്മളോട് പറയുന്നത്. നിശബ്ദത പലപ്പോഴും ചില സമയത്തെങ്കിലും ശബ്ദമായി മാറാറുണ്ട്, അല്ലേ? നിശബ്ദത എല്ലായിടത്തും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും നിശബ്ദരായിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെയും അതുതന്നെയാണ് VKN നടത്തുന്നത്. തൻ്റെ കർത്തവ്യമെന്ന് പറയുന്നത് താൻ കുടികൊള്ളുന്ന അല്ലെങ്കിൽ താൻ നിൽക്കുന്ന സമൂഹത്തെ ഏതെങ്കിലും വിധത്തിൽ സമൂഹത്തെ കാർന്നു തിന്നുന്ന തിന്മകളോട് സന്ധിയില്ലാതെ എഴുത്തിലൂടെ സമരം ചെയ്യുക എന്നത് തന്നെയാണ് VKN എന്ന് പറയുന്ന എഴുത്തുകാരൻ നിർവഹിച്ച ജോലി. അതുകൂടി എൻ്റെ കുഞ്ഞുമക്കൾ മനസ്സിലാക്കി വെക്കണം. ഇനി നോക്കൂ, പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ് അയ്യങ്കാർ, അല്ലേ? നമ്മൾ പഠിച്ച, ഞാനൊന്ന് ജസ്റ്റ് വായിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആശയം കൂടെ എൻ്റെ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും നടത്തുക, അതോടൊപ്പം തന്നെ സന്ധ്യയ്ക്ക് മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ, നോക്കുക, ഓരോ പേരിൽ പോലും അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു സറ്റയർ, അല്ലേ? ആ ഒരു എന്താ പറയുക, ആ ഒരു നർമ്മം, അല്ലെങ്കിൽ ഒരു പരിഹാസ്യത ഒക്കെ നമ്മൾ കാണണം. കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം, അതിനെക്കുറിച്ച് കവറേജ് നടത്തുക, ഇതൊക്കെയാണ് അങ്ങനെയുള്ള മെയ്യനങ്ങാ ജോലി, അല്ലേ? മെയ്യനങ്ങാ ജോലി എന്ന എന്തായിരുന്നു മെയ്യനങ്ങാ വേലകൾ, അതൊന്ന് ഓർത്ത് വെക്കണം മക്കൾ. മെയ്യനങ്ങാ വേല എന്നതുകൊണ്ട് ശാരീരിക അധ്വാനമില്ലാത്ത പണി എന്നതാണ് മെയ്യനങ്ങാ ജോലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശാരീരികമായി അധ്വാനമില്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, ഒന്നുമില്ല, എങ്ങനെയെങ്കിലും മാസാവസാനമാകുമ്പോഴേക്കും ശമ്പളം പറ്റണമെന്നുള്ള ഒരേ ചിന്തയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലാണ് പത്രധർമ്മം എന്ന തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്ന നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പത്രപ്രവർത്തകരെ ശക്തമായി കളിയാക്കുകയാണ് വെങ്കടേശ് അയ്യങ്കാർ എന്ന കഥാപാത്രത്തിലൂടെ VKN ചെയ്യുന്നത്. അതാണ് മെയ്യനങ്ങാ വേല എന്ന പദപ്രയോഗം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രാധാന്യമുള്ളതാണ്. പത്രധർമ്മത്തെ കുറച്ചുകൂടെ കളിയാക്കുക എന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഈ ഒരു വാക്കിലൂടെ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. പക്ഷേ എത്രയോ കാലഘട്ടം വ്യാഴവട്ട സ്മരണകൾ, അല്ലേ? വ്യാഴവട്ട സ്മരണ എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. 12 വർഷക്കാലമായി താൻ ഈ പത്രത്തിൽ ജോലി ചെയ്യുന്നു. മെയ്യനങ്ങാ ജോലികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിനാകെ കുണ്ഠിതമാണ്, ദുഃഖമാണ്. കാരണം എന്താണെന്നറിയോ? തനിക്ക് ശേഷം വന്നവരെല്ലാം തന്നേക്കാൾ ഉയർന്ന പദവികൾ സ്വീകരിച്ചുകൊണ്ട് ഉയർന്നു പോകുമ്പോൾ ഇദ്ദേഹം ആകെ അസ്വസ്ഥനാവുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്തത്? മനം നൊന്തിരിക്കുക ലാൽ ബഹദൂർ ശാസ്ത്രികൾ പ്രധാനമന്ത്രിയാവുകയും അവർ എവിടേക്ക് വരികയും നഗരത്തിലെത്തുകയും അദ്ദേഹത്തിന് ശാസ്ത്രിജി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി എന്താണ് പദവികൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതിലൊരു പരിധി വരെ വിജയിച്ചു, അല്ലേ? നോക്കൂ നിങ്ങൾ, പത്രം എന്ന് പറയുന്നത് സത്യത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് എന്ന ഒരു ധർമ്മം നിലനിൽക്കുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ പുകഴ്ത്തി പത്രമേധാവികളെ സുഖിപ്പിച്ച് അതിൽ നിന്നും വേതനം പറ്റി ഇൻക്രിമെൻ്റ് പറ്റി സുഖിച്ച് ജീവിക്കാമെന്ന് വെങ്കടേശ് അയ്യങ്കാർ കരുതുന്നത്. ആ ഒരു ബലത്തിൽ തന്നെയാണ് ഇനി തന്നെ ചീഫ് എഡിറ്റർ ആക്കിയില്ലെങ്കിൽ രാജിവെക്കുമെന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞയിൽ അദ്ദേഹം എന്ത് ചെയ്തത്? ഒരു തന്നെ അടിയന്തരമായി ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, അല്ലെന്നാൽ രാജിവെക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പിറ്റേന്ന് കാലത്ത് തിരുപ്പതി തമ്പുരാൻ്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കടേശ് അയ്യർ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു. ആ സ്വാമി മുകളിൽ ആണെന്ന് ഭൃത്യൻ വാൾദൊരൈ സ്വാമി കോണി കയറാൻ വെങ്കടേശൻ താളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റാൻ ആൽസേഷൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധൻ്റെ നേർക്ക് കുരച്ചു ചാടുന്നത്, അല്ലേ? നിരായുധൻ എന്ന വാക്കോടെ ഉപയോഗിച്ചെന്തിനാ? ആയുധമില്ലാത്തവൻ, അല്ലേ? പട്ടിയുടെ മുമ്പിൽ ആയുധമില്ലാത്തവനെ നിൽക്കുന്നൊരവസ്ഥ. നിമിഷാർത്ഥം വെങ്കടേശൻ ഉടുത്തമുണ്ടയച്ച് സിംഹത്തിൻ്റെ മുഖത്തെറിഞ്ഞു. കോണി കയറി കൗബീനവും ഷർട്ടും കോട്ടും തലപ്പാവും ധരിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി താഴെ പട്ടിയുടെ ഉഗ്രമായ കുറെ ശ്രദ്ധിച്ച് പത്രസ്വാമി ഒരു നിമിഷം നിന്താൻ. പിന്നീട് 2 പേരും താഴെ ഇറങ്ങി. അപ്പം കൗബീനം മാത്രമേ ഉള്ളൂ, മുണ്ടില്ല, കോട്ടും
ഷർട്ടുണ്ട്, അതിൻ്റെ ടൈ ഉണ്ട്, കോട്ടുണ്ട്, തലപ്പാവുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ മുണ്ടില്ല, കൗബീനം മാത്രമേ ഉള്ളൂ, അല്ലേ, കോണകം മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് നിൽക്കുന്നത് വെങ്കടേശൻ എൻ്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ച് നുറുക്കിയിടുകയാണ്. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി പത്രസ്വാമി നോക്കൂ, പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി. ഉനക്ക് എന്നെ വേണം? വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടറാകണം. പ്രത്യുൽപ്പന്ന മതിയും കൊതിയനുമായ ഉനക്ക് അത് ரொம்ப ചിന്ന പോസ്റ്റ്, വേറെന്നെ വേണം? പ്രത്യുൽപ്പന്ന മതിത്വം ഇവിടെ എങ്ങനെയാ പ്രത്യുൽപ്പന്ന മതിത്വം പ്രകടിപ്പിച്ചത്? പട്ടി കടിക്കാൻ വന്നപ്പോൾ മുണ്ടഴിച്ചു കൊടുത്തുകൊണ്ടാണ് തൻ്റെ പ്രത്യുൽപ്പന്ന മതിത്വം ആര് തെളിയിച്ചത്? വെങ്കടേശൻ തെളിയിച്ചത്. അപ്പം നിനക്ക് ചീഫ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ പോസ്റ്റാണ്, അതിനേക്കാൾ വലിയൊരു പോസ്റ്റ് നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പത്രസ്വാമി ഇന്ന നിമിഷം മുതൽ ചത്തു പോകും വരയ്ക്കും നീ നമ്മ പത്രത്തിലൂടെ റെസിഡൻറ്റ് എഡിറ്റർ എന്ന പദവിയിലേക്ക് നിന്നിതാ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രസ്വാമി എന്താ ഇവിടെ പത്രമേധാവികൾ ചെറിയ ചെറിയ പോസ്റ്റുകൾ നൽകുകയും അത് വലിയ പോസ്റ്റാണെന്ന ഭാവത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ധർമ്മം കൂടി ഉണ്ടല്ലേ. പത്രമേധാവി ഇവിടെ റെസിഡൻറ്റ് എഡിറ്റർ, അദ്ദേഹം ആവശ്യപ്പെട്ടത് പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്, അതിന് പകരം നൽകിയിരിക്കുന്ന റെസിഡൻറ്റ് എഡിറ്ററാണ്. അപ്പോൾ എന്താ പറയുക, പദവികൾ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും എല്ലും കഷ്ണം ഇട്ട് കൊടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന പത്രമേധാവികളുടെ ആ ഒരു പ്രവണതയെയും ശക്തമായി വിമർശിക്കുന്നുണ്ട് VKN ഈ കൃതിയിലൂടെ എന്നുള്ളതാണ്. അപ്പം പത്രസ്വാമിയുടെ ഈ ഒരു രീതി അല്ലേ, അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇതിന്ന് വരാവുന്ന സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് പൊതുവായിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കണം, റെസിഡൻറ്റ് എഡിറ്റർ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം, കാരണം ഈ പാഠഭാഗത്തെ മുഴുവനായും ഉൾക്കൊള്ളുന്നൊരു ശീർഷകമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വെങ്കടേശ് അയ്യങ്കാർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ചില തിന്മകളുടെ പ്രതിനിധിയാണോ? ആണ്, അല്ലേ. മെയ്യനങ്ങാ വേല ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശരാശരി മനുഷ്യൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. പിന്നെ പത്രമേധാവിയായിട്ടുള്ള പത്രസ്വാമി, അല്ലേ, സർവ്വതിനെയും ഭരിച്ചുകൊണ്ട് തൻ്റെ കീഴാളർക്ക് എന്തെങ്കിലുമൊക്കെ തുച്ഛമായത് കൊടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തി തൻ്റെ കൂടെ കൂട്ടുന്ന ആ ഒരു എല്ലാ മുതലാളിമാരെ പോലെയും ആ ഒരു തന്ത്രം ഇവിടെ പത്രസ്വാമി വെക്കുന്നുണ്ട്. പിന്നെ VKNൻ്റെ ഭാഷാശൈലി കൂടി എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, അല്ലേ. മെയ്യനങ്ങാ വേല, അതുപോലെ കയ്യാങ്കളി ശാസ്ത്രി തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തമിഴ് കലർത്തിക്കൊണ്ടുള്ള സംഭാഷണ രീതി, അതും ഹാസ്യം, അല്ലേ. ഹാസ്യം എന്ന് പറയുന്നത് തൻ്റെ കൃതിയിൽ അന്തർലീനമായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന VKN അത് തൻ്റെ ശബ്ദ എന്താ പറയുക ഭാഷാപ്രയോഗങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുക, ചില പദപ്രയോഗങ്ങൾ കുറുക്കിക്കൊള്ളുന്ന പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. വ്യാഴവട്ട സ്മരണകൾ, പ്രത്യുൽപ്പന്ന മഥിത്വം തുടങ്ങിയുള്ള പദങ്ങളൊക്കെ ഇവിടെ ഹാസ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ. അതുപോലെ പത്രസ്വാമികളുടെ തമിഴ് സംഭാഷണം, അതെല്ലാം നമ്മൾ എന്ത് ഉണർത്തുന്നു? ഹാസ്യം ജനിപ്പിക്കുന്നവയാണ് എന്നുകൂടി എൻ്റെ കുഞ്ഞുമക്കൾ മനസ്സിലാക്കി വെക്കുക. VKNൻ്റെ 50 കഥകളിൽ നിന്നും എടുത്ത ഒരു കഥയാണിത്. അടിയന്തരമായി ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്ദിക്കണം. മാധ്യമപ്രവർത്തകനായ വെങ്കടേശ് അയ്യങ്കാർ ഈ നിലപാടിലേക്ക് എത്തിച്ച സാഹചര്യം എന്തായിരുന്നു ആ സാഹചര്യം മക്കളെ? തനിക്ക് ശേഷം വന്നവരൊക്കെ തന്നേക്കാൾ ഉയർന്ന പദവികൾ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ കുണ്ഠിതമായി, ദുഃഖമായി. അതുകൊണ്ടാണ് അദ്ദേഹം തീരുമാനിച്ചത്? പിന്നെ ചീഫ് റിപ്പോർട്ടറാണ്. അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ശാസ്ത്രിജി എന്ന് എഴുതി പത്രസ്വാമിയുടെ കയ്യിൽ നിന്ന് ഇൻക്രിമെൻ്റ് കരസ്ഥമാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താവശ്യപ്പെട്ടാലും പത്രസ്വാമി നിറവേറ്റി തരുമെന്നൊരു വിശ്വാസം ആരുടെ മനസ്സിലുണ്ടായിരിക്കണം? വെങ്കടേശ് അയ്യങ്കാരുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ 2 കാരണങ്ങളാണ് അദ്ദേഹത്തെ കൊണ്ട് ചീഫ് റിപ്പോർട്ടർ ആക്കണമെന്നുള്ള ഒരു അപേക്ഷയിലേക്ക് നയിച്ചത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 കാര്യം, ഒന്ന് തനിക്ക് ശേഷം വന്നവർ തന്നേക്കാൾ ഉയർന്ന പദവികൾ സ്വീകരിച്ച് പോകുന്നത് കാഴ്ച കണ്ടപ്പോൾ, മറ്റൊന്ന് താൻ ഇൻക്രിമെൻ്റ് വാങ്ങി 6 മാസക്കാലത്തോളം ഇൻക്രിമെൻ്റ് വാങ്ങി, ആ ഒരു ബലമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ചോദിച്ചാൽ പത്രസ്വാമി സമ്മതിക്കുമെന്നുള്ളൊരു വിശ്വാസവും വെങ്കടേശ് അയ്യങ്കാരെ ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. അത്തരത്തിൽ വേണമെന്ന് എൻ്റെ മക്കൾ ഉത്തരത്തെ കാണാൻ. ഇന്ത നിമിഷം മുതൽ സെത്ത് പോകും വരയ്ക്കും നീ നമ്മ പത്രത്തോട് റെസിഡൻറ്റ് എഡിറ്റർ. ഫലിതവും ആക്ഷേപഹാസ്യവും ആവിഷ്കരിക്കാൻ ഈ വരികൾ എത്രത്തോളം പര്യാപ്തമാണ്? നിങ്ങൾ പരിചയപ്പെട്ട VKNൻ്റെ മറ്റു കഥകൾ കൂടി പരിഗണിച്ച് VKN കൃതികളിലെ ഹാസ്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക.
ഉപന്യാസം തയ്യാറാക്കാൻ എന്തായാലും എൻ്റെ കുഞ്ഞു മക്കൾക്കുണ്ടാകും. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. നല്ല ഒരു ശീർഷകം കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. തീർച്ചയായിട്ടും ഉപന്യാസം എഴുതുമ്പോൾ ശീർഷകം നിർബന്ധമാണ്. അതുപോലെ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ അഥവാ ആമുഖം എഴുതാൻ നിങ്ങൾ മറക്കരുത്. ആമുഖം ഉണ്ടാവണം, ഒരു പാരഗ്രാഫ് ആമുഖമായിരിക്കണം. മൂന്നാമതായിട്ട് ആശയ വ്യക്തതയുണ്ടാവണം. നിങ്ങൾ എന്താണോ എഴുതാൻ പോകുന്നത് അത് വ്യക്തതയോടുകൂടി ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ എത്തുമ്പോഴേക്കും നല്ലൊരു കൺക്ലൂഷനും തന്നിരിക്കുന്ന വിഷയത്തെ എല്ലാ അർത്ഥത്തിലും വിലയിരുത്താൻ കഴിയുന്ന ഒരു കൺക്ലൂഷനായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഉപസംഹാരമായിരിക്കണം അതിനുണ്ടാവേണ്ടത്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഒരു ഉപന്യാസം നിങ്ങൾക്ക് ലഭിക്കൂ. അതായത് ഒന്ന്, ശീർഷകം നിർബന്ധം, സെൻറ്റർ ശീർഷകം നിർബന്ധമാണ്. ആമുഖമുണ്ടാവണം, ആശയ വ്യക്തത, ആവിഷ്കാര വ്യക്തതയുണ്ടാവണം. അതുപോലെ നല്ല ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. മനസ്സിലായോ? അത് 3 പാരഗ്രാഫ് ആക്കിയെങ്കിലും മിനിമം ഒരു 3 പാരഗ്രാഫെങ്കിലും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി VKNൻ്റെ ഇതിലെ പല പദപ്രയോഗങ്ങളും അല്ലേ, VKNൻ്റെ 50 വടക്കേ കുട്ടാല നാരായണൻകുട്ടി നായർ അഥവാ VKNൻ്റെ തിരഞ്ഞെടുത്ത 50 കഥകളിലെ ഒരു കഥയാണ് റെസിഡൻ്റ് എഡിറ്റർ. പത്രപ്രവർത്തനത്തിൻ്റെ ചില അപമര്യാദകളെ അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ ചില ദൂഷ്യഫലങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് റെസിഡൻ്റ് എഡിറ്റർ എന്ന കൃതിയിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. ഇതിലെ ഓരോ ഭാഷാപ്രയോഗങ്ങളും നർമ്മത്തെക്കാൾ അപ്പുറത്തേക്ക് നമ്മെ ചിന്തിപ്പിക്കുന്നവയാണ് എന്നുള്ള രീതിയിൽ ഒരു നല്ല ഇൻട്രൊഡക്ഷൻ എഴുതുന്നു. അതിനുശേഷം VKN കഥകളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന പരിഹാസം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണപ്രിയത്തെ കൃത്യമായി വിമർശിച്ച ഒരാളാണ്, ഹാസ്യത്തിലൂടെ വിമർശിച്ചാണ്. ജോലി ചെയ്യാതെ ശമ്പളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ VKNൻ്റെ സമൂഹത്തിലെ എല്ലാ തിന്മകളെയും VKN വിമർശനാത്മകമായി ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലെ ഓരോ പദപ്രയോഗങ്ങളും എടുത്ത് പരിശോധിച്ചുകൊണ്ട് വേണം ആശയ വ്യക്തത വരുത്താൻ. അതിനുശേഷം നല്ലൊരു കൺക്ലൂഷൻ. ഇങ്ങനെ VKN ഞാൻ പറഞ്ഞ ആ പോയിന്റ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യത്തോട് ചേർത്ത് വെക്കാം. എന്താണ്? 18-ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കവിതകളിലൂടെ നിർവഹിച്ച സാമൂഹ്യ വിമർശനവും ആക്ഷേപഹാസ്യതയും ഒരു പരിധിവരെ ഗദ്യത്തിലൂടെ സാധിച്ച് വിജയിപ്പിച്ച എഴുത്തുകാരനാണ് VKN എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. എന്നുള്ള അർത്ഥതലത്തിലേക്ക് കൺക്ലൂഷൻ വരത്തക്ക രൂപത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഉപന്യാസം തയ്യാറാക്കാൻ മറന്നു പോകരുത്. പത്രങ്ങളുടെ അധ്യാപന ശക്തിയെപ്പറ്റി പറയുമ്പോൾ അതിലെ ഭാഷയെയും ഗണിക്കേണ്ടി വരുന്നു. മറ്റനേകം കൃത്യങ്ങളെ സാധിക്കുന്ന കൂട്ടത്തിൽ ഭാഷാ പരിഷ്കാരവും പത്രങ്ങളുടെ കടമയിൽപ്പെട്ടതാകുന്നു എന്നത് തർക്കമറ്റ സംഗതിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ഇദ്ദേഹത്തെ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ മക്കളെ. റെസിഡൻ്റ് എഡിറ്ററൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് തിരുവിതാംകൂർ രാജ്യഭരണത്തിനെതിരെ ദിവാൻ ഭരണത്തിലെ അഴിമതികളെ ശക്തമായി എതിർത്ത് ശക്തമായി പത്രങ്ങളിലൂടെ തൻ്റെ തൂലികയിലൂടെ തുറന്നു കാണിച്ചതിൻ്റെ ഭാഗമായി 1910 നാട് കടത്തപ്പെട്ട എഴുത്തുകാരനും പത്രപ്രവർത്തനം കൂടിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പത്രം സ്വദേശാഭിമാനിയായിരുന്നു. അതുകൊണ്ടാണ് ആ പത്രത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേര് കൂടെ ചേർത്ത് വായിക്കുന്നത്. ഈ അഭിപ്രായം ഇക്കാലത്തും പ്രസക്തമാണോ? അല്ലേ? നമുക്കറിയാം, ഇന്ന് വെറും ഒരു പത്രത്തിലൂടെ മാത്രമല്ല നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. നവമാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഓരോരുത്തരും എഡിറ്ററുകളായി മാറി, ഓരോരുത്തരും എഴുത്തുകാരായി മാറി, ഓരോരുത്തരും നല്ല ഫോട്ടോഗ്രാഫർമാരായി മാറി. അപ്പോൾ നവീകരിച്ച ഭാഷയും നവീകരിച്ച നമ്മുടെ സാങ്കേതികതയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭാഷാ പുരോഗതി കൂടി പത്രത്തിൻ്റെ ധർമ്മമായി ഏറ്റെടുക്കണമെന്നത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ആ അർത്ഥത്തിൽ വേണം എഴുതാൻ. പത്രസ്വാമി ഉത്തരവായി, പിന്നെ 2 പേരും താഴെ ഇറങ്ങി. പത്രസ്വാമി ഉത്തരവ് പ്ലസ്സായി, പിന്നെ 2 പേർ താഴെ ഇറങ്ങി. അടിവരയിട്ട പദങ്ങൾ സന്ധി ചെയ്തു, അല്ലാതെയും സന്ധി ചെയ്യാൻ നിങ്ങൾക്കറിയാം അല്ലേ? സന്ധി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാവുന്ന ചോദ്യം എങ്ങനത്തെ ആയിരിക്കും? 4 എണ്ണം ഉള്ളതിൽ 3 എണ്ണം ഒരേപോലെ തന്നിട്ട് 1 വ്യത്യാസമായി തന്നിട്ട് വ്യത്യാസപ്പെട്ടത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനായിരിക്കും. അല്ലെങ്കിൽ 4 എണ്ണം 4 രീതിയിൽ 3 എണ്ണം തെറ്റായി തന്നു, 1 മാത്രം ശരിയായി തന്നിട്ട് ശരിയായി തന്നത് ഏതാണെന്നുള്ളതായിരിക്കും ചോദിക്കാൻ. അത് പിരിച്ചെഴുതി കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ പിരിച്ചെഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് കേട്ടോ.
അത്രയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. പാനൽ ചർച്ചകളാണ്, അതൊന്നും പിന്നെ നിങ്ങൾക്ക് ക്ലാസ് മുറികളിൽ പ്രവർത്തനം ക്ഷമമാക്കേണ്ടവയാണ്. അവയൊന്നും നമുക്ക് എന്തിനുള്ളതല്ല, ചോദ്യം വരുന്നതല്ല. പിന്നെ ഇതിന്ന് അഡീഷണൽ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വീക്കെൻഡിൻ്റെ ഭാഷ, അതുപോലെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന പ്രതിപാദ്യം ചെയ്തിരിക്കുന്ന വിഷയം, പത്രപ്രവർത്തനത്തിലെ ചില തിന്മകളെ പുറത്തു കാണിക്കുന്നു. മെയ്യനങ്ങ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വെങ്കടേശ്വര അയ്യങ്കാരെ പോലുള്ള ആളുകളെ നിശ്ചിതമായി കളിയാക്കുകയാണ് എന്നതൊക്കെ മനസ്സിലാക്കി വേണം ഈ പാഠത്തെ ഉൾക്കൊള്ളാൻ. അപ്പോൾ റെസിഡൻ്റ് എഡിറ്റർ എന്ന പാഠഭാഗം എൻ്റെ കുഞ്ഞുമക്കൾക്ക് കൃത്യമായി മനസ്സിലായോ? ക്ലിയർ ആണോ എൻ്റെ കുഞ്ഞുമക്കൾ? ആണെങ്കിൽ നിങ്ങൾ അത് കൃത്യതയോടെ നിങ്ങൾ മനസ്സിലായെങ്കിൽ അതൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഭായ് മക്കളെ.